റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ്. മലമ്പുഴ സാനിറ്ററി ലാൻഡ് ഫിൽ പ്ലാന്റിനെതിരെ വനം വകുപ്പിന്റെ പഠന റിപ്പോർട്ട്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നും മാലിന്യം മലമ്പുഴ ഡാമിലേക്ക് ഒഴുകിയെത്തുമെന്ന് വനം വകുപ്പ്. പദ്ധതി പ്രദേശത്ത് നിന്ന് 50 മീറ്റർ മാത്രം ദൂരെയാണ് നിലവിലെ ആനത്താര. പ്ലാന്റ് ആരംഭിച്ചാൽ വന്യജീവികളുടെ ജീവന് കടുത്ത ഭീഷണിയാണെന്നും റിപ്പോർട്ട്. പഠന റിപ്പോർട്ട് പരിഗണിച്ച് സർക്കാർ പദ്ധതി ഉപേക്ഷിക്കണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യം. ഇപ്പോൾ നിലവിൽ ഇറിഗേഷൻ വകുപ്പിൻ്റെയും വനം വകുപ്പിൻ്റെയും റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ രണ്ട് റിപ്പോർട്ടുകളിലും ഈ പദ്ധതി നടപ്പിലായാൽ ജലം മലിനീകരിക്കപ്പെടുമെന്ന ആശങ്ക തന്നെയാണ് രണ്ട് റിപ്പോർട്ടുകളും പങ്കുവയ്ക്കുന്നത്. ഇത് ആളുകളുടെ കുടിവെള്ളത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. രണ്ടാമത് വനവും വന്യജീവികളെയും എല്ലാം ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അതിന് അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ പദ്ധതി വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു നടപടിയാണ് ജില്ലാ ഭരണകൂടം കൈക്കൊള്ളേണ്ടത്. ആനത്താര ഇതിന് 50 മീറ്റർ സമീപത്തു കൂടെയാണ് കടന്നു പോകുന്നത്. ഈ ആനത്താരയുമായി അനുബന്ധിച്ച് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വിലക്കിയതും നമ്മുടെ പല ഹൈക്കോടതികളും ഇതിനെതിരെ മുന്നോട്ട് വന്നതുമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതി നിർത്തിവെക്കുന്നതിന് പകരം ഈ പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം വാങ്ങാനുള്ള നീക്കവുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് ഇതിന്റെ പിന്നിൽ ഭൂമി കച്ചവടമാണ്. കാരണം കേരളത്തിൽ എവിടെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവുമെന്നത് മുൻകൂട്ടി കണ്ടാണ് അദ്ദേഹം. ഇക്ബാൽ അറയ്ക്ക് നൽകിയ വിശദാംശങ്ങൾ. ഇക്ബാൽ, വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വന്യമൃഗങ്ങൾക്ക് ഉൾപ്പെടെ ഭീഷണിയാകുന്ന പദ്ധതി എന്നാണ് ഇപ്പോൾ നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു നിലപാട്? എന്ത് നടപടിയാകും ഇനി സ്വീകരിക്കുക? മലമ്പുഴയിൽ ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഇമേജ് എന്ന് പറയുന്ന പ്ലാന്റിന് സമീപത്തായി വീണ്ടും പുതിയൊരു മാലിന്യ സംസ്കരണ പദ്ധതി അല്ലെങ്കിൽ മാലിന്യ സംസ്കരണശാല ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും. ഇതിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ് ഇപ്പോൾ വനം വകുപ്പ് തന്നെ ഈ പദ്ധതിക്കെതിരെ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം വനംവകുപ്പ് നടത്തിയിരുന്നു. ആ പഠനത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു മാലിന്യ സംസ്കരണ പദ്ധതി ആരംഭിച്ചാൽ അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരമേ ഉള്ളൂ മലമ്പുഴ ഡാമിലേക്ക്. ആ മാലിന്യ പദ്ധതിയിൽ നിന്നും മാലിന്യം അത് മലമ്പുഴ ഡാമിലേക്ക് എത്തും. ആ മലമ്പുഴ ഡാമിലെ വെള്ളം അത് വലിയ രീതിയിൽ മലിനമാകും എന്നുള്ളതാണ് ഇപ്പോൾ വനവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഒരു ആനത്താര ഈ പദ്ധതിയുടെ സമീപത്തായി ഉണ്ട്. ആ ആനത്താരയ്ക്ക് ഉൾപ്പെടെ അതുപോലെ തന്നെ വന്യജീവികൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഈ മാലിന്യ സംസ്കരണ പദ്ധതി വന്നാൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ വനവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും പാലക്കാട് DFOയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ പഠനത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ചീഫ് ഫോറസ്റ്റ് ഓഫീസർ 50 മീറ്റർ അകലെയാണ് ആനത്താരയുള്ളത്. വന്യമൃഗങ്ങൾക്കുൾപ്പെടെ വലിയ ഭീഷണിയാകുമെന്നുള്ള കണ്ടെത്തൽ കൂടിയാണ്. ഇക്ബാൽ അറയ്ക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.